ഹലോ ഗൈസ്, ഇത് കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആട്ടോ. അങ്ങനെ കുളിച്ച് മാറ്റി ഞങ്ങൾ നേരെ കടയിൽ പോയപ്പോൾ കടയില്ലായിരുന്നു. കാരണം ഇന്ന് പെരുന്നാളല്ലേ, പെരുന്നാളായതുകൊണ്ട് കടകളൊക്കെ അടവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചമ്മി നാറി വീട്ടിലേക്ക് എത്തി. അങ്ങനെ അമ്മ നല്ല പണിയിലായിരുന്നു കേട്ടോ. ഞങ്ങളുടെ പെരുന്നാൾ സ്പെഷ്യൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ സാമ്പാറും ചിക്കൻ പൊരിച്ചതും കറിയൊക്കെ ആയിരുന്നു, പെരുമ്പപ്പടമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് മാമൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അമ്മായി മാമനും മക്കളൊക്കെ പോവാണ് കേട്ടോ. അവരെ വിളിക്കാനാണ് മാമൻ വന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഭക്ഷണം കഴിച്ചിട്ട് നേരെ തറവാട്ടിക്ക് പോയി. അപ്പോൾ അവിടെ മമ്പൂസ് പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലാണ്, ഇപ്പോൾ എന്താ ചെടികളൊക്കെ കരിഞ്ഞ് വാടാനായിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം വേണം അതിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. അങ്ങനെ പോയപ്പോൾ മക്കളൊക്കെ നല്ല പടക്കം പൊട്ടിച്ച് അർമാദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു വേറൊരു പ്രത്യേക തരം പടക്കമായിരുന്നു ഇത്. നമ്മുടെ ഓലപ്പടക്കല്ല കേട്ടോ, വേറൊരു ചെറിയൊരു ചോക്ക പോലത്തെ ഒരു പടക്കമായിരുന്നു. നല്ല സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ പടക്കം പൊട്ടാൻ കുറച്ച് സമയം എടുക്കണം കേട്ടോ, 1 2 3 4 സെക്കൻഡ് എടുക്കും. പക്ഷെ എന്നാലും നല്ല സൗണ്ടിൽ പൊട്ടുന്നുണ്ട് കേട്ടോ. സംഭവം കാണാൻ ലുക്കില്ലെങ്കിലും അടിപൊളിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മേമ കൈമ മുറി അത് കാണിച്ചു തരുന്നത്. തേങ്ങ പൊളിക്കുമ്പോൾ ആ പാർക്കോൽമെന്ന് തട്ടിയതാണ്, നല്ല വലിയ മുറിയായിട്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഇവർക്ക് പോകാനുള്ള സമയമായി. അപ്പം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാ. അന്നനോടും അമ്മയോടും ഞങ്ങൾ പോകണ്ടെന്ന് പറയുന്നിട്ട് നമുക്ക് രാത്രി പടക്കവും പൂത്തിരിയൊക്കെ വാങ്ങിക്കുക പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. പക്ഷെ അവർക്ക് പോയേ പറ്റും. അങ്ങനെ അവരൊക്കെ പോയിട്ട് അങ്ങനെ രാത്രി ഞങ്ങൾ എന്ത് ചെയ്ത് പൂത്തിരി വാങ്ങിക്കാൻ ഇറങ്ങി. അങ്ങനെ പൂത്തിരിയും പടക്കമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ വന്നത്. അങ്ങനെ ഞങ്ങളതൊക്കെ കത്തിച്ച് പൊട്ടിച്ച് തീർത്ത്. അപ്പം ഞങ്ങളുടെ പെരുന്നാൾ ആഘോഷം ഇങ്ങനെ കേട്ടാണ്. ഞങ്ങളുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ടാറ്റ.